നമസ്കാരം, വെൽക്കം ടു ഫൺ സീഡ്സ്. മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഡീപ്പിൻ പ്രോജക്റ്റുമായിട്ടാണ്. ടോഗിൾ എന്ന് പറയുന്നത് ആസ് സിമിലർ ആസ് നോട്ട് പേ. അതായത് നമ്മൾ ഇവരുടെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ഓണാക്കി വെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. വൺസ് ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത് ഈ ഒരു പോയിൻറ്റ്സ് ആയിരിക്കും കോയിനായിട്ട് കൺവേർട്ടാക്കി കിട്ടുക. ഓക്കെ, സിമ്പിളാണ്, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നും കൂടുതൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ എങ്ങനെ നേടാമെന്നതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് പോകാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള എയർ ഡ്രോപ്പ് സൈറ്റ് വഴി നിങ്ങൾ കയറുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ട്. സോ അതിനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ കൊടുക്കുക. അതായത് നിങ്ങളുടെ മെയിൽ ID, യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതേപോലെ പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുക. ദെൻ ലാസ്റ്റായിട്ട് അവിടെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മെയിലൊരു വെരിഫിക്കേഷൻ വരും. വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ മെയിലിൽ പോയിട്ട് വെരിഫൈ കൊടുത്ത് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് തന്നെ നിങ്ങളിവിടെ സൈൻ ഇൻ ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കണക്ട് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണക്ട് ഡിവൈസ് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾ നേരെ ക്രോം വെബ് സ്റ്റോറിലേക്കായിരിക്കും പോവുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. പിന്നീട് ലോഗിൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല, കാരണം നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡിവൈസ് കണക്റ്റഡ് എന്നുള്ളത് കാണിക്കും. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് നേടാനുള്ള ഒരു മാർഗ്ഗവും കൂടെ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് സൈഡിലായിട്ട് താഴെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ടേക്ക് എ സർവേ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടേക്ക് എ സർവേ കൊടുക്കുമ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളുടെ ഒക്കുപ്പേഷൻ എന്താണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സൈറ്റ് ഏതാണ്, ഇങ്ങനെ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മളെക്കുറിച്ച് അവർ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1-2 ആൻസേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും ഇതുവഴിയും നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് നേടാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ആ സർവേ ഫുള്ള് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ ജസ്റ്റ് 5 ചെയ്ത് കാണിക്കുന്നുള്ളൂ, പോയിൻറ്റ്സ് കൂടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പോയിൻറ്റ്സ് കയറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്ക് അടിച്ചിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, എനിക്കിവിടെ ഈ ഒരു പോയിൻറ്റ്സ് കയറിയുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് റെഫറൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. റെഫറൽസ് എടുക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറേ കാർഡ്സ് കാണാനായിട്ട് സാധിക്കും. ഈ കാർഡ്സ് എല്ലാം തന്നെ നമുക്ക് നിങ്ങളുടെ പോയിൻറ്റ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കാർഡ്സ് ക്ലെയിം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് 700 പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അൺലോക്ക് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് 700 പോയിന്റ്സിൽ കൂടുതലുണ്ട്, സോ ഞാനിവിടെ ക്ലെയിം ചെയ്യുകയാണ്. ഇത് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് കിട്ടിയത് കണ്ടോ. ഇതുപോലെ ഓരോ കാർഡും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം നിങ്ങളുടെ പോയിന്റ്സ് കൂടുന്നതിനനുസരിച്ച്. ഓരോ കാർഡ്സിനും ഇത്ര പോയിന്റ്സ് വീതം വേണമെന്നുണ്ട്. അപ്പോൾ അത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നോട്ട് പേയും ഗ്രാസും ഒക്കെ ചെയ്തവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് സാധിക്കും. ചെയ്യാത്തവരും വിഷമിക്കേണ്ട. ജസ്റ്റ് എക്സ്റ്റൻഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വരുന്നത്. ബൈ ഗായ്സ്.